Hello friends, Namaskaram. Welcome to my YouTube channel Kerala Cuisine. എൻ്റെ പേര് ശ്രീകുട്ടിയാരും. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി കല്ലുമ്മക്കായ ഫ്രൈ റെസിപ്പിയാണ്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? കല്ലുമ്മക്കായ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 350 ഗ്രാം കല്ലുമ്മക്കായയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായി ക്ലീൻ ചെയ്തിരിക്കുന്ന കല്ലുമ്മക്കായയാണ്. അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ട മസാല റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. കാശ്മീരി മുളക് പൊടി എടുത്താൽ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ നാരങ്ങ നീരില്ലെങ്കിൽ നിങ്ങൾക്ക് വിനാഗിരി യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഗരം മസാല ആഡ് ചെയ്യാം. ഞാൻ 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഹോം മെയ്ഡ് ഗരം മസാലയാണ്. അതിനുശേഷം പെരിഞ്ജീരകം 1/2 ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകം ഇല്ലെങ്കിൽ പെരിഞ്ജീരക പൊടിയും ചേർക്കാവുന്നതാണ്. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി എപ്പോഴും നല്ല ഫൈൻ ആയിട്ടുള്ള അരിപ്പൊടി ചേർക്കുന്നതാണ് നല്ലത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, കുറച്ച് കറിവേപ്പില ചെറുതാക്കി മുറിച്ച് വെച്ചതും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം കുറേശ്ശെ ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുത്താൽ നമുക്ക് മനസ്സിലാവും എത്ര വെള്ളം വേണമെന്ന്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കല്ലുമ്മക്കായ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം കൈയോ സ്പൂണോ ഉപയോഗിച്ച് നല്ല പോലെ മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഈ മസാല കോട്ടിംഗ് എല്ലാം കല്ലുമ്മക്കായയുടെ എല്ലാ ഭാഗത്തേക്കും നന്നായി പിടിക്കണം. അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു 15 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കല്ലുമ്മക്കായ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ മസാല പിടിക്കും. അതിനുശേഷം നമുക്ക് കല്ലുമ്മക്കായ ഫ്രൈ ആക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനൊരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ലൈറ്റ് ഒലിവ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോക്കനട്ട് ഓയിലോ മറ്റേതെങ്കിലും റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ മസാല പുരട്ടി മാറ്റി വെച്ചിരുന്ന കല്ലുമ്മക്കായ കുറച്ച് ഇട്ട് ഫ്രൈ ചെയ്യാൻ വെക്കാം. ഇട്ട ഉടനെ തന്നെ ഇളക്കി കൊടുക്കരുത്. ഒരു 5 മിനിറ്റെങ്കിലും ഫ്രൈ ചെയ്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കല്ലുമ്മക്കായ ഓൾറെഡി കുക്കായതുകൊണ്ട് തന്നെ ഇത് ഫ്രൈ ആയി വരാൻ അധികം ടൈമൊന്നും എടുക്കില്ല. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതിൻ്റെ പുറത്തുള്ള കോട്ടിംഗ് എല്ലാം ഒരു ബ്രൗൺ കളറായി വരുന്നവരെ നമുക്ക് ഫ്രൈ ചെയ്യാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്രിസ്പി ആയിട്ട് വേണോ അതൊരു സോഫ്റ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ആ ടൈമിലും എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാനിവിടെ 4 വെളുത്തുള്ളിയുടെ അല്ലിയാണ് എടുത്തിരിക്കുന്നത്. ഇത് തൊലി കളയരുത്. തൊലി കളയാതെ തന്നെ ഒന്ന് ജസ്റ്റ് ചതച്ചെടുക്കണം, അല്ലാതെ ചതഞ്ഞു പോകരുത്. അപ്പോൾ 4 ജസ്റ്റ് ഒന്ന് ചതച്ച വെളുത്തുള്ളിയും പിന്നെ ഒരു 3-4 പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കല്ലുമ്മക്കായ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് ചൂടോടെ തന്നെ കഴിക്കാം.
അപ്പോൾ എല്ലാവർക്കും എൻ്റെ കല്ലുമ്മക്കായ ഫ്രൈ റെസിപ്പി ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ്. ഇത് നമുക്ക് ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ സ്റ്റാർട്ടറായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ലഞ്ചിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ട് സെർവ് ചെയ്യാം, ഇനി ഈവനിങ് സ്നാക്കായിട്ട് വരെ കഴിക്കാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോയുടെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.